ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ രോഹൻ എന്നുള്ള തടസ്സം രാജുവിന്റെ ഋതികയുടെയും ജീവിതത്തിൽ നിന്നും മാറിക്കിട്ടിയിരിക്കുകയാണ്. എന്നാൽ രാജുവും ഋതികയും തനിക്ക് പണിയാകുമോ എന്നുള്ള ഭയത്താലാണ് അംബിക ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. ഇപ്പോഴിതാ രാജുവിന്റെ വീട്ടിലേക്ക് പുതിയൊരു അതിഥി വന്നെത്തിയിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അംബികയാണ്. അംബിക ദീപകിനോട് പറയുകയാണ്, ഈ രാജുവും ഋതികയും ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിലെ രണ്ട് അപശകുനങ്ങളാണ്. ഇതിങ്ങനെ രണ്ടെണ്ണത്തിനെയും ഈ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കിയതിനു ശേഷം ഒരു ശുദ്ധി കലശം കൂടി ഇവിടെ നടത്തണം. അതാണ് എന്റെ ലക്ഷ്യമെന്ന് അംബിക ചിരിച്ചുകൊണ്ട് പറയുന്നു. അതിനൊക്കെയുള്ള വഴി എന്റെ കയ്യിലുണ്ടമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ പ്രതാപവർമ്മ പണം വെച്ചിരിക്കുന്ന മുറിയിലേക്ക് പോയതിനു ശേഷം അവിടെ നിന്ന് നാളെ കൊടുക്കാനുള്ള പണം അടിച്ചു മാറ്റുകയാണ് ദീപക്. ഇത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അംബിക. തുടർന്ന് അംബിക പറയുകയാണ്, രാജുവിന്റെയും മൃതികയുടെയും ഈയിടയ്ക്കുള്ള പെരുമാറ്റം നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ ഒരു ദിവസം രാജുവിനെ പ്രതാപന്റെ മുമ്പിൽ കൊണ്ട് നിർത്തും ഋതിക. എന്നിട്ട് പറയും, അച്ഛാ, എനിക്ക് രാജു ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അവളൊന്നുകൂടി കരഞ്ഞു കാണിക്കുകയാണെങ്കിൽ അതോടെ തീർന്നു. പ്രതാപൻ എങ്ങനെയെങ്കിലും രാജുവിന്റെ ഋതികയുടെ വിവാഹം നടത്തി കൊടുത്തിരിക്കും. അതൊന്നും നടക്കില്ലമ്മേ, അതിനുള്ള വഴിയെല്ലാം ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ദീപക് എന്തൊക്കെയോ നിഗൂഢതകളോടെ പറയുകയാണ്. ഇത് കേൾക്കുന്ന അംബികയ്ക്കും സന്തോഷമാകുന്നു. പിന്നീട് കാണിക്കുന്നത് രാജുവിനെ പിടിച്ചു നിർത്തുന്ന ഋതികയാണ്. രാജു, എനിക്ക് രാജുവിനോട് ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് ഒരാളെ ഇഷ്ടമാണ്. ഞാൻ അയാളെ മാത്രമേ കല്യാണം കഴിക്കുകയേ ചെയ്യൂ. അയാൾ മാത്രമേ എൻ്റെ മനസ്സിൽ എന്നും എപ്പോഴും ഉണ്ടാകൂ എന്നൊക്കെ സന്തോഷത്തോടെ ഋതിക പറയുമ്പോൾ എന്തു പറയണമെന്നറിയാതെ വെപ്രാളപ്പെട്ട് നിൽക്കുകയാണ് രാജു. ഇതോടുകൂടി പ്രൊമോ വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.